കഴിഞ്ഞ 3-4 മാസമായി മുസ്ലിം സമുദായത്തിനെതിരെ വളരെ മോശം പ്രയോഗം നടക്കുന്ന ഒരാളെയാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവന്നത്. അത് മുഖ്യമന്ത്രി അറിഞ്ഞായാലും അറിയാതെയായാലും അത് കൊടുക്കുന്ന മെസ്സേജ് അതിഭീകരമാണ്. അത് മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞ ഒരാളെ ചേർത്ത് പിടിക്കുന്നതിന് തുല്യമാണ്. അതോടൊപ്പമാണ് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ യുപിയുടെ മുഖ്യമന്ത്രിയുടെ സന്ദേശത്തോടെ വായിച്ചത്. ഇപ്പോൾ സർക്കാർ പറഞ്ഞല്ലോ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഞങ്ങൾ ക്ഷണക്കത്തയച്ചു, അതുപോലെയാണ് ഉത്തർപ്രദേശിലും ക്ഷണക്കത്തയച്ചത്. ശരി, അതിൽ ആരും വന്നില്ല, ഒരു മുഖ്യമന്ത്രി വന്നില്ല, അതും ശരി. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് യോഗത്തിൽ പരിപാടിയിൽ വായിക്കണോ വേണ്ട എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ്. ഇവിടെയാണ് നിങ്ങളൊരു സർക്കാരിന്റെ പൊളിറ്റിക്കൽ വിൽ പ്രകടനം. സ്റ്റാലിനെ വായിച്ചു, പക്ഷെ വായിക്കാതിരിക്കുക, ഏത് വായിക്കണം ഏത് വായിക്കേണ്ട എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. അങ്ങനെയാണ് സർക്കാർ ഒരു മെസ്സേജ് കൊടുക്കുക. അത് ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ വീടിച്ച് തകർക്കുന്ന വളരെ വലിയ വർഗീയവാദി എന്ന് CPM-ന്റെ ദേശീയ നേതാക്കളടക്കം പറയുന്ന MAB അടക്കം ലേഖനങ്ങൾ എഴുതുന്ന യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ആ യോഗത്തിൽ വായിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് മനഃപൂർവ്വം എടുത്ത തീരുമാനമാണ്. അതിലൂടെ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു പടി കൂടി കടന്ന് വേണമെങ്കിൽ BJP ഒന്ന് തോണ്ടി ആദ്യം മുസ്ലിം സമുദായത്തിനെതിരെ വളരെ മോശം പരാമർശം വെള്ളാപ്പള്ളി സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങുന്നു. ആ യോഗത്തിൽ വെള്ളാപ്പള്ളിയും പിണറായി വിജയനും എത്തുന്നു. അവിടെ UP മുഖ്യമന്ത്രി BJP-യുടെ പടക്കുതിര യോഗി ആദിത്യനാഥ് എന്ന ബുൾഡോസർ രാജിൻ്റെ പ്രസ്താവന വായിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കണം. ഇത് ഒരു വളരെ വ്യക്തമായ പൊളിറ്റിക്കൽ മെസ്സേജാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന വായിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അയ്യപ്പ ഭക്തനായ പിണറായി വിജയൻ എന്ന പ്രസ്താവനയോട് ഒരു മറുപടി പോലും പറയാത്ത പിണറായി വിജയൻ, പഴയ പിണറായി വിജയനിൽ നിന്ന് പുതിയ പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് ഞാനിവിടെ അളക്കുന്നത്. അത് വേറെ ഏതെങ്കിലുമായി അടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാലം തെളിയിക്കട്ടെ. പക്ഷേ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. ഹിന്ദു സമുദായത്തെ മൊത്തത്തിൽ തടുത്തുകൂട്ടി ഒരു കാരണവശാലും അടുത്ത തവണ വോട്ട് ചോർന്നു പോകാതിരിക്കാനുള്ള അഖില കേരള വിജയ പരിപാടിയാണ്. ആ അർത്ഥത്തിൽ അഖില കേരള വിജയമുണ്ടായോ ഈ അയ്യപ്പ സംഗമം കൊണ്ട് എന്നുള്ളത് അടുത്ത 5-6 മാസങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ തെളിയിക്കപ്പെടും. പക്ഷേ അതിന് CPM കൊടുക്കേണ്ടി വരുന്ന വില എന്തായിരിക്കുമെന്നുള്ളതും നമുക്ക് മറന്നുകൂടാ. വളരെ അപകടം പിടിച്ച ഒരു ഗെയിമാണ് കളിക്കുന്നത്. ഒരു ഘട്ടം കൂടി കടന്നിരിക്കുകയാണ്. നോക്കണം, യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന CPM കൂടി പങ്കെടുക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പരിപാടിയിൽ വായിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM നൽകാൻ പോകുന്ന മെസ്സേജ്? എന്താണ് മുസ്ലിം സമുദായത്തിനെതിരെ ഭർസനം നടത്തുന്ന ഒരു നേതാവിനെ സ്റ്റേറ്റ് കാറിൽ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് മുഖ്യമന്ത്രി നൽകിയ മെസ്സേജ്?